ഏറ്റവും ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു. മുഖ്യമന്ത്രിക്ക് യാതൊരു അനുഭവമില്ല, അദ്ദേഹം തുടരുകയാണ്. മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തരായിരുന്നു. ആളുകൾ ഈ മാധ്യമങ്ങളൊക്കെ വിട്ടതുകൊണ്ട് നമ്മുടെ ശിവശങ്കരന്റെ കഥ തിരുവനന്തപുരത്തെ പത്രങ്ങൾ പറയുന്നില്ല. കാരണം ആളുകൾ മറന്നു. പുതിയ കഥകൾ വരുമ്പോൾ പഴയ കഥകൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശിവശങ്കരൻ മുഖ്യമന്ത്രി ഏറ്റവും അടുപ്പക്കാരനാണ്. അദ്ദേഹവും വലിയ അഴിമതിക്കാരനാണെന്ന് കേരളം ഒരുപാട് മാസങ്ങൾ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ജയിലടക്കം നിയമപരമായി. എന്നിട്ടും ഒപ്പം നിന്ന ഏത് കള്ളനെയും സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നതുകൊണ്ട് അവരെയൊക്കെ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ. അജിത് കുമാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെ DGP-യുടെ പുതിയ പോസ്റ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അഴിമതിയുടെ ഏറ്റവും ഒടുവിൽ അതിവേഗത്തിൽ എൻക്വയറി പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചിട്ടുകൊണ്ട് അവരെ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ പ്രശ്നം. കാരണം RSS BJP നേതൃത്വവുമായി ഗവൺമെന്റിന് വേണ്ടി ചർച്ച ചെയ്യാൻ പോയ ഒരു മനുഷ്യനാണ് ഈ പൊതുജനത്തിന് കൃത്യമായി തെളിവ് വന്നു കഴിഞ്ഞു. അതൊന്നും ഈ ഗവൺമെന്റ് പിണറായി വിജയനെ സംബന്ധിച്ച് പ്രശ്നം. അങ്ങനെ IAS IPS രംഗത്ത് കൊടിയ അഴിമതികൾ നടത്തി അവരെ സംരക്ഷിക്കുകയും അതുപോലെ സ്വന്തം അഴിമതിയും സ്വന്തം മകളുടെയും സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതിയും മറച്ചു വെക്കാൻ വേണ്ടിയും അതിനെ സംരക്ഷണം വെക്കാൻ വേണ്ടിയും എല്ലാ തരത്തിലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലാണ് മകൾ വീണ വിജയനെ ഇപ്പോ SFI അന്വേഷണത്തിന്റെ ഭാഗമായി കേസെടുത്തും കോടതിയിൽ കഴിഞ്ഞു. കുട്ടികൾ അദ്ദേഹം രാജിവെക്കും. ഞങ്ങളെ പറയുന്നില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തുന്നതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിക്കൊണ്ടുവരില്ല. അതാണ് അതിന്റെ സംസ്ഥാന സമ്മേളനം ഏറ്റവും വലിയ പ്രമേയം എടുത്തത്. അടുത്ത ഗവൺമെന്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിന് ആരെയൊക്കെ കൂട്ടുകൂടാം, അതിന് കൂട്ടുകൂടാതെ വേണ്ടി പുതിയ മേച്ചിൽ പറഞ്ഞു. ആ മേച്ചിൽ എന്ന് പറയുന്നത് BJP ആണ്. ന്യൂനപക്ഷ വർഗീയത ഒരു പരിധിവരെ സൂചിപ്പിച്ചു. പക്ഷേ അതിൽ നിന്നും രക്ഷയില്ലാതെ കണ്ടപ്പോൾ ഭൂരിപക്ഷ വർഗീയ വോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വാദിക്കുക. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ജില്ലയിലെ ആളുകൾ മോശക്കാരുടെ പരസ്യങ്ങളെ കുറിച്ചായിട്ട് SNDP-യുടെ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വിടുന്നു വന്നു. അദ്ദേഹം കുമാരനാഥിനേക്കാൾ വലിയ മഹാനാണ് എന്ന് പറയാനുള്ള ആർജവം ഈ മുഖ്യമന്ത്രിക്കാരാണ് വേറെ. ഇതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒരവസ്ഥ. അദ്ദേഹത്തിന് ഇപ്പോ നിർമ്മലാ സീതാരാമൻ ഡൽഹിയിലെ ഒരു യോഗമുണ്ട്. ചരിത്രസാധ്യമായിട്ടാണ് ഒരു ധനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി ഡൽഹി കേരള ഹൗസിൽ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ വലിയ പൈസ വാങ്ങി പോകുന്നത് പട്ടികത്തിൽ KV തോമസ് വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ കുറെ കാലം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗവർണർ മുൻകൈയെടുത്തുകൊണ്ട് അവിടെ യോഗം വിട്ട് ഗവർണർ പറയുകയാണ് ടീം കേരളയാണ് എന്ന് പറഞ്ഞ ഉദ്ദേശം വ്യക്തമാണ്. നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചും അതുപോലെ പിണറായി വിജയനെയും കുടുംബത്തെയും എങ്ങനെ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ചർച്ചയാണ് ഡൽഹി കേരള ഹൗസിൽ വെച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഗവർണറും ഉൾപ്പെടെ നടത്തിയിരുന്നത് പറഞ്ഞ അല്ലെങ്കിൽ എന്താണ് ചർച്ച നടത്തുന്നത് അവർ പറയണം. അതിന് രാഷ്ട്രീയപരമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചർച്ച നടക്കുമ്പോൾ കേരളത്തിലെ ആശാവർക്കന്മാർ 2 മാസം കൂടുതലായി വെയിലും മഴയും കൊണ്ട് സെക്രട്ടറിയിലാണ്. ഇവർ പറയുന്നത് കേന്ദ്രമാണ് പൈസ കൊടുക്കും. എന്നാൽ കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ട പണം കൊടുക്കുന്നത് അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം വിട്ടാതെ എന്ത് ചർച്ചയാണ് നടന്നതെന്ന് പറയാനുള്ള രാഷ്ട്രീയമായുള്ള ധാർമ്മിക നിലയിലായാലും മുഖ്യമന്ത്രിയോട്. പക്ഷെ അത് പറയും, ഞാൻ പറയും അത് രഹസ്യം. എന്താ രഹസ്യം? ഇവിടെ പോലീസ് കോൺസ്റ്റബിളുടെ CPO റാങ്ക് ലിസ്റ്റ് ഇന്ന് അവസാനിക്കാം. ഒരു വട്ടം പോലും ചർച്ച ചെയ്യാണ്. ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇടതുപക്ഷം എന്നാണെന്ന് പറയുന്നത്. ഒരു വട്ടം പോലും നിങ്ങളുടെ ഡിമാൻഡിനെ സംബന്ധിച്ച് ഒന്ന് ചർച്ച ചെയ്യാനാകെ ഇന്ന് ഈ റാങ്ക് ലിസ്റ്റ് അവരെ വന്ന വാർത്തകൾ വെച്ച് റാങ്ക് ലിസ്റ്റിന്റെ കോപ്പി വന്നിട്ട് അവർ പോവുകയാണ്. കാരണം ഗവൺമെന്റിന്റെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞാണ് പോകണം. ഇത് കേരളം കുടി ഞങ്ങളുടെ നാട്ടിൽ വാർത്ത കേരളം കുടിക്കാനും പാലം കുടിക്കാനും കേരളം കുടിക്കാൻ നിങ്ങൾ എന്ത് പ്രശ്നമായാലും ഞങ്ങൾ ജനാധിപത്യ മര്യാദകളോട് കാണിക്കില്ല. അതുകൊണ്ട് 2 മാസമായാലും ആശാവർക്കമാണ് മാന്യമായി ചർച്ച നടത്തുന്നത്. ഈ ഗവൺമെന്റിന്റെ 21 പ്രകടനത്തിൽ പറഞ്ഞതാണല്ലോ 200 രൂപ മിനിമം വേതനം കൊടുക്കാമല്ലോ. അത് നേരിട്ട് നിൽക്കുന്നുണ്ടോ?
എന്നാൽ അത് സംബന്ധമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്കുള്ള ഗവൺമെന്റ് പ്രയാസങ്ങൾ ബോധ്യപ്പെടും ചെയ്യാറുണ്ട്. അങ്ങേയറ്റം ഒരു ഗവൺമെന്റ് നിഷ്ക്രിയമാണ് ഗവൺമെന്റ്. IAS IPS എന്ന് ഇപ്പോ വാട്സപ്പിൽ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന IAS വർഗീയ പ്രചരണത്തിലേക്ക് ഈ വിഭാഗം ആളുകൾ നാടിന്റെ എല്ലാ മേഖലയിലും ഈ ലഹരി വസ്തുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തീരുമാനത്തെ മട്ടാണ്. ഇതൊക്കെ വലിയ ഉന്നതങ്ങളിലല്ല രാഷ്ട്രീയ ബന്ധങ്ങൾ, മാഫിയ രാഷ്ട്രീയ അച്ചുതണ്ട് കേരളത്തിൽ ബോംബെ അധോലോകത്തെ പോലെ വീണ്ടും രൂപത്തിൽ നിന്നിരിക്കുന്നു. പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത രൂപത്തിലേക്ക് ഇവരുടെ രാഷ്ട്രീയ ബലം വളരെ ദൃഢതയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ഈ കേരളത്തിൽ എല്ലായിടത്തും NDA-മാരും മറ്റു ലഹരി വസ്തുക്കളും ഒരു വിപണന കേന്ദ്രവും അതിന്റെ ഇടപാടിന്റെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്ന ഉത്തരവാദിത്വം ഈ 9 വർഷം പൂർത്തീകരിച്ച പിണറായി വിജയൻ സർക്കാർ ഉണ്ട് എന്ന് സർക്കാരില്ല. നിങ്ങൾക്ക് പാലക്കാട് കുടിവെള്ളമില്ല, അവിടെ കുടിവെള്ളത്തിലേക്ക് അനുവദിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അടച്ചുപൂട്ടിയ ബാറുകളും ഒക്കെ ഇപ്പൊ തുറക്കുകയാണ്. 500ഓളം ബാറുകൾ പുതുതായി തുറന്നു. അഴിമതിയാണ്, പല വളമാണ് വന്നത്. CPM-ന്റെയും അതുപോലെ ഈ ഗവൺമെന്റിന്റെയുള്ള ഉന്നതങ്ങളുടെ ആളുകൾക്ക് കൃത്യമായി പണം വെച്ചുകൊണ്ട് മാസപ്പടി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ബ്രൂവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നാടുനീളെ ബാറുകൾ, നാടുനീളെ കൺഷാപ്പ് തുറക്കുന്ന ഒരു ഗവൺമെന്റ് പറയുകയാണ് ഈ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുക്കണം, ചെറുപ്പക്കാർ ഓടണം, എക്സൈസ് എടുക്കണം, ഇതൊക്കെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ഇതുപോലെ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി എന്ന രൂപത്തിൽ പിണറായി വിജയന്റെ സർക്കാർ എന്ന് കൃത്യമായി അടിവരയിട്ട് തെളിയിക്കുന്ന ഈ ഗവൺമെന്റ് മാറി. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ കേരളത്തിൽ ഉയർന്നു വരണം എന്നതാണ് ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്.